ഇത് 2008 പുതിയ പേപ്പർ എടുത്ത എംപോക്ക് എഞ്ചിൻ വണ്ടി. പുതിയ പേപ്പർ എടുത്താണ്. എംപോക്കാണ് ഇഞ്ചൻ വരുന്നത് അല്ലേ? വോയിസ് മെയിലൊക്കെ വർത്തമാനം പറയും. തത്തമ്മമാര് വർത്തമാനം പറഞ്ഞു. 130 എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കും. എന്തായാലും കുറച്ച് കൊടുക്കും. സട വണ്ടി എന്തായാലും കുറച്ച് കൊടുക്കും അല്ലേ? റെഡി ആയിക്കൽ ഇറക്കാൻ പറ്റുള്ളൂ. അത് 160. 160 എന്തായാലും കുറച്ച് കൊടുക്കും. ഇനി കുറച്ച് കൊടുക്കും. സീറ്ററൊക്കെ എല്ലാം അടിപൊളിയൊക്കെ ചെയ്തോണല്ലേ? നല്ല നീറ്റ് വണ്ടി. ഇത് 8 സീറ്റ് വണ്ടി വരുന്നത് 310 കൊടുക്കട്ടെ നമുക്ക്. 3,16,000 2006 മോഡല് 27 പേപ്പറിൽ വണ്ടി കൊടുക്കാല്ലേ? അത് 7 സീറ്റ് 8 സീറ്റ് വണ്ടിയാ? 8 സീറ്റ്. നമ്മളങ്ങനെ വീണ്ടും KS കാസിൽ തന്നെ വീണ്ടും എത്തിക്കണ്ടേ സലീം ഖാന്റെ അടുത്തിട്ടോ. അപ്പൊ 3ാമത്തെ എപ്പിസോഡായിട്ട് 2 എപ്പിസോഡ് ചെയ്ത് 3ാമത്തെ എപ്പിസോഡാണ്. 3ാമത്തെ എപ്പിസോഡിലെ സഡാ വണ്ടികളും എക്സ്യൂകളും 7 സീറ്റ് വണ്ടികളും ഫുള്ളോ വണ്ടികളും ചെറുവണ്ടികളും എല്ലാ മോൾ വണ്ടികളും ഉണ്ടാവും. മിക്സ് ചെയ്തുള്ള വീഡിയോ കയറാം. ഇന്നോവ സ്റ്റാർട്ടിംഗ് എൻ്റെ 3,10 മുതലാണ് സ്റ്റാർട്ടിംഗ് എൻ്റെ. അതേമാതിരി സിയാസുകളെ ഫുൾ ഓണില്, സ്വിഫ്റ്റുകളെ ഫുൾ ഓണില്, ബെൻസുകളെ ഫുൾ ഓണില്, ഇനി ഹോണ്ടന്റെ ബ്രിയോ അൾട്ടോൾ 65,000 മുതൽ, മാർജിൻ 65,000 മുതൽ. നമ്മളെ കൂടെ ഉള്ളത് മുസഫിറാണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഉഷാറല്ലേ? ലൊക്കേഷൻ പറഞ്ഞു. ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് തറയിട്ടാൽ. കൊണ്ടോട്ടിക്കട് തറയിട്ടാലാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. വിളിച്ചാൽ നമ്പർ ലൊക്കേഷൻ വിട്ടു കൊടുക്കും. നമ്മൾ വാട്സ്ആപ്പ് പ്രൊഫൈലോണൊക്കെ ലൊക്കേഷൻ കിട്ടും. ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒരു ഹായ് അയച്ചാൽ ലിങ്ക് വരും. ഓപ്പൺ ആക്കി നമ്മളെ കാറ്റലോഗ് കിട്ടും. ഏകദേശം ഒരു 10, 100, 150 വണ്ടികളുണ്ട്. അതിന്റെ കാറ്റലോഗ് ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ വാട്സാപ്പിൽ വിട്ട് കഴിഞ്ഞാൽ വരും കേട്ടോ. അപ്പൊ അതിൽ എല്ലാ വണ്ടികളും ഡീറ്റെയിൽസും കറക്റ്റ് വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഇന്നോവ ഏകദേശം ഒരു 5 ഉണ്ടല്ലോ അല്ലേ? 7 സീറ്റ് വണ്ടികൾ കുറെ ഉണ്ട്. എല്ലാ മോഡൽ വണ്ടികളും. മേജർ ആക്സിഡന്റ് ഗ്യാരണ്ടി ആണ്. നിങ്ങൾക്ക് വിശ്വാസപ്പെട്ട വർഷാപ്പുറം ചെക്ക് ചെയ്തിട്ട് എല്ലാ വണ്ടി എടുത്താൽ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി വണ്ടി എടുക്കുക. അത്ര ഗ്യാരണ്ടി ആണല്ലേ? ഒക്കെ വീഡിയോ കണ്ടാലോ? വർഷാപ്പ് കൊണ്ടിട്ട് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ വരുന്നവരെ നല്ല അറിയേണ്ട ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ല ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി വണ്ടി എടുക്കുക. ഇവർ കാണാത്ത കംപ്ലൈന്റ് നിങ്ങളെ വർഷാപ്പ് നാളെ കാണുമ്പോൾ കാണാം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയണ്ടല്ലേ? ഒക്കെ വീഡിയോ കണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കാണാൻ മറക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കിടക്കുമ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. 3ാമത്തെ എപ്പിസോഡില് ഫുള്ള് എക്സ്യൂകളും സെഡാ വണ്ടികളും അല്ലേ? കോളീസ് എവിടെ ആദ്യത്തെ അല്ലേ? 2003 മോഡല് ഒറിജിനൽ കേരള വണ്ടിയാണ്. 3 മോഡൽ ഒറിജിനൽ കേരള റീവണ്ടി ഒന്നല്ല. ഓക്കെ. 28 വരെ പുതിയ പേപ്പർ എടുത്തിട്ടുള്ളൂ. 28 എല്ലാ പേപ്പറും ഉണ്ടോ? എല്ലാ പേപ്പറും ഉണ്ട്. ഫുൾ പക്കാണല്ലേ? ഇൻഷുറൻസ് ഓൾറെഡി 10 മാസത്തോളം ഇൻഷുറൻസും ബാക്കിയുണ്ട്. അതുണ്ട്. അപ്പൊ ഒന്നും പേടിക്കാനില്ല. 3ാമത്തെ ഓണറാണ്. ഒരു ഗ്ലാസ് വരെ വണ്ടിനെ മാറിയിട്ടില്ല. ഗ്ലാസ് മാറിയില്ല? മെയിൻ ഗ്ലാസ് ഒന്നും മാറിയില്ല. ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. അത്ര ഗ്യാരണ്ടിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അടിപൊളി 7 സീറ്റ് വണ്ടി അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് അല്ലേ? ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തുരുമ്പ് വരുമ്പോന്നില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട് അല്ലേ? എത്ര എന്നാലേ ഈ വണ്ടിക്ക് ചോദിക്കണം? അങ്ങനെയാണ് ചോദിക്കുന്നത് 2 രൂപയാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കുക. 2 ലക്ഷം ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. ഇനി കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങളൊക്കെ ലോണ് കിട്ടുക. റെഡി ആയിക്ക് വണ്ടി ഇറക്കാം. 2003 ഫുൾ പേപ്പറുള്ള വണ്ടിയാണ് അല്ലേ? ഗ്ലാസ് വരെ വണ്ടിനെ മാറി. ഗ്ലാസ് വരെ മാറിയിട്ടില്ല. എത്ര ഗ്യാരണ്ടി ആണ് അല്ലേ? എടുക്കുന്നതൊക്കെ എണ്ണ അടിച്ച് ഓടിയാൽ മാത്രം മതി. ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് ഉണ്ട്. 10-12 കിലോമീറ്റർ. AC ഒക്കെ വർക്കിംഗ് ആണ്. AC ഒക്കെ വർക്കിംഗ് ആണ്. ഇതൊക്കെ ഗ്യാരണ്ടി ആണല്ലേ? ഇതിപ്പോ ഒന്നും പറയാനില്ല. ഒന്നുമില്ല. പേടിയും പേടിക്കണ്ട. സലീംക്കാരെ ബാക്കെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതാറുണ്ട്. സലീമൊക്കെ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേമാതിരി തന്നെ പിന്നെ ഒരു സഡാ വണ്ടിയില്ലേ? അൾട്ടീസ് കൊറോള ആണ് അല്ലേ? എത്ര മോഡലപ്പോ? 2003 മോഡലാണ്. 26 പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോളീസിന് അതേ മോഡൽ തന്നെയാണല്ലേ? ഓക്കെ. 26 എല്ലാ പേപ്പറും ക്ലിയർ ആണ്. നല്ല വൃത്തിയുണ്ടല്ലേ കാണാൻ? ഫുൾ ഓപ്ഷൻ വണ്ടിയാ? ജയാണ് ഓപ്ഷൻ വരും അല്ലേ? നിലവിലെ എയർ ബാഗ് ഉണ്ട് കേട്ടോ. എയർ ബാഗ് ഒക്കെ വരും. നിലവിലെ എയർ ബാഗ് ഒക്കെ വരും. 2 എയർ ബാഗ് വരുമോ? 2 എയർ ബാഗ് ഉണ്ട്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 130 ഓടിക്കുന്നുണ്ട്. ഓണറ് ഓണർഷിപ്പ് 4th ആണ്. ഇല്ലല്ലേ? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ഗ്യാരണ്ടി ആണ് അല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാണ്? 130 ആണ്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കും. എന്തായാലും കുറച്ച് കൊടുക്കും. സഡാ വണ്ടി എന്തായാലും കുറച്ച് കൊടുക്കും അല്ലേ? റെഡി ആയിക്കൽ ഇറക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ ലോണ് കുറവില്ലല്ലോ? 2003 ഫുൾ പേപ്പർ ഉള്ള വണ്ടി അല്ലേ? 27 പേപ്പർ ഉണ്ടോ? 26 എല്ലാ പേപ്പറും ക്ലിയർ ആണ് അല്ലേ? ഇതിപ്പോ ഡീസലിന്റെ ഫീൽ ആയിട്ട് അത് പെട്രോളോ? എത്ര മൈലേജ് കിട്ടും? 10 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. 12 കിലോമീറ്റർ മൈലേജ്. 13 10 കിലോമീറ്റർ ആ ലെവൽ മൈലേജ് പറയാലോ അല്ലേ? അടുത്ത വണ്ടി ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക് അല്ലേ? മാനുവലാ? ഓട്ടോമാറ്റിക് അല്ലല്ലേ? ഓക്കെ. എങ്ങനെ എന്നാലും ഇത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഓക്കെ. 2004 മോഡൽ വണ്ടിയാണ്. ലാസ്റ്റ് വരെ പേപ്പേഴ്സ് ഉണ്ട്. 2004 ഇക്കൊല്ലം ലാസ്റ്റോ? 2004 മോഡൽ. ഇക്കൊല്ലം ലാസ്റ്റ് വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1,30,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് 3rd നിലവിലുള്ള അല്ലേ?
വേറെ തട്ട് മുട്ട് റീപ്ലേസ് ഒന്നുമില്ല, ഒരു ഗ്ലാസ് രണ്ടിന് മാറിയിട്ടില്ല. മെയിൻ ഗ്ലാസ് ഒന്നും മാറിയില്ല. അത്ര ഗ്യാരണ്ടി അല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. എത്ര ചോദിക്കണം? അങ്ങനെയാണ് നമുക്ക് 1 ലക്ഷത്തിന് കൊടുക്കാം. 1 ലക്ഷം റുപ്യക്ക് ഹോണ്ട സിറ്റി കൊടുക്കാം അല്ലേ? ഫുൾ പക്ക ഗ്യാരണ്ടി വണ്ടി. ഓക്കെ. അടുത്ത വണ്ടി സ്കോർപിയോ. ഞാൻ കണ്ടില്ലേ എൻ്റെ? ഇത് 2008 പുതിയ പേപ്പർ എടുത്ത എംപോക്ക് എഞ്ചിൻ വണ്ടി. പുതിയ പേപ്പർ എടുത്താണ്. എമോക്കാണ് ഇഞ്ചൻ വരുന്നത് അല്ലേ? വോയിസ് മേലൊക്കെ വർത്തമാനം പറയും. തത്തമ്മമാര് വർത്തമാനം വണ്ടി കേട്ടോ. അടിപൊളി വണ്ടിയാണ്. അടിപൊളി വണ്ടി അല്ലേ? ഓക്കെ. കിലോമീറ്റർ ഓടിക്കണ്ടെന്നാല്? കിലോമീറ്റർ 110. 110 ഓടിക്കണ്ടേ? ഓൺഷിപ്പ് സെക്കൻഡോ? സെക്കൻഡ് ഓൺഷിപ്പ്. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാമല്ലേ? നല്ല മെക്കാനിക്കൽ ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ. അടിപൊളി വണ്ടി. അടിപൊളി വണ്ടി അല്ലേ? ഓടിക്കാൻ നല്ല സ്മൂത്ത് ഉണ്ട്. ഓടിക്കാൻ ഉഷാറ്. നല്ല അടിച്ചപൊളിച്ച വണ്ടി. 7 സീറ്റ് വണ്ടി അല്ലേ? 1 ലക്ഷത്തി കിലോമീറ്ററോ? അല്ല ചോദിക്കുന്ന റേറ്റ് 2,80,000 ചോദിക്കണ്ടല്ലേ? വോയിസ് മെയിൽ വർത്താനം പറഞ്ഞ എംഹോക്ക് ഇഞ്ചൻ വണ്ടി അല്ലേ? എന്തായാലും കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങളൊക്കെയാണ്? ലോൺ കിട്ടില്ല. റെഡി കഴിക്കാൻ നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ? എന്തായാലും മൈലേജ് എത്ര കിട്ടും? അതിനൊരു 13-14 കിട്ടും. ആ ലെവലിൽ മൈലേജ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി സ്കോർപിയോ വീണ്ടും അല്ലേ? എങ്ങോട്ടില്ലേ? 2005 മോഡലാണ്. 2005 ഡിസംബർ വണ്ടിയാണ്. 2005 മോഡൽ ഡിസംബർ വണ്ടിയാണ് അല്ലേ? 25 ഡിസംബർ വരെ പേപ്പർ ഉണ്ടാവും. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. 4 പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണല്ലോ അല്ലേ? കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. കിലോമീറ്റർ 140 ഓടിക്കുന്നുണ്ട്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. ഏകദേശം 10 മാസത്തോളം ഇൻഷുറൻസും ബാക്കിയുണ്ട്. 10 മാസത്തിന് ഇൻഷൂർ ഉണ്ടാവും. ഇൻഷുറൻസ് ബാക്കി. ഇതൊക്കെ ബാക്കിയുണ്ടല്ലോ ഇൻഷൂർ. അപ്പൊ ഇൻഷൂർ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ലല്ല. റീപ്ലേസ് അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. റീപ്ലേസ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം അങ്ങനെയാണെങ്കിൽ? ചോദിക്കണത് 160. 160 എന്തായാലും കുറച്ച് കൊടുക്കും. ഇനി കുറച്ച് സീറ്ററൊക്കെ നല്ല അടിപൊളിയൊക്കെ ചെയ്തോണല്ലോ അല്ലേ? നല്ല നീറ്റ് വണ്ടി. ഇത് 8 സീറ്റ് വണ്ടി വരുന്നത്? 8 സീറ്റ്. ഓക്കെ. ഇത് വോയിസ് മെയിലാ? അല്ല, സാധാ CRD. വർത്താനം പറയോ? ഇല്ല. വർത്താനം പറയില്ലല്ലേ? വർത്താനം പറഞ്ഞ ഒന്ന് മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇത് റെഡി ആയിക്കോ വണ്ടി ഇറക്കാം അല്ലേ? വേറെ തട്ടുമുട്ട റീപ്ലേസ് മേജർ പരിപാടി ഒന്നും ചെയ്യല്ലോ? ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ? മൈലേജ് എത്ര കിട്ടും തന്നെ? മൈലേജ് അത് 10 11 ആ ലെവലിൽ മൈലേജ് പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും ഹോണ്ട സിറ്റി. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇതാണ് ആ ഓട്ടോമാറ്റിക് ഉണ്ടല്ലേ? സിൽവർ കളറ്. ഞങ്ങളില്ല എൻ്റെ 2007 മോഡലാണ്. 27 പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഓണർ വണ്ടി. ആകെ 66,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓടിക്കുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഓട്ടം തന്നെയാണ്? ആയിരിക്കാം. ഓക്കെ. ഇത് കേരള വണ്ടിയാണോ? കേരള വണ്ടി അല്ല, റിയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ മീറ്റർ നമ്മൾ പറയുള്ളൂ അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഏതാ? CVT ആക്കാരല്ലേ? CVT ഓട്ടോമാറ്റിക്. നല്ല ക്വാളിറ്റിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ അല്ലേ? കാണാനും ചൊറുക്കുണ്ട്. ഇന്ത്യയിലും വൃത്തിയുണ്ടല്ലോ അല്ലേ? എത്ര നാൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്? ഇതിന് ചോദിക്കുന്നത് 220. കുറച്ച് കൊടുക്കൂലേ? പാർട്ടിക്കാര വണ്ടിയാണ്. പാർക്കാൻ സെയിൽ വണ്ടിയാണ് അല്ലേ? ഓക്കെ. എന്തായാലും കുറച്ച് കൊടുക്കും. ലോൺ കയറുമ്പോൾ ലോൺ കിട്ടില്ല. റെഡി ആയി വണ്ടി ഇറക്കാം അല്ലേ? അടുത്ത വണ്ടി ഒരു 7 സീറ്റ് ഇന്നോവ. 7 സീറ്റ് ഇന്നോവ ആഷ് കളർ അല്ലേ? കൺവേർട്ട് പ്രൊജക്ട് ലൈറ്റ് ടൈലാമ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ടൈലാമ്പ് പ്രൊജക്ട് ലൈറ്റ് കൺവേർട്ട് ചെയ്ത വണ്ടി അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 144 ഓടിക്കിട്ട്. എത്ര വരെ പേപ്പർ ഉണ്ട്? 26 പേപ്പർ ഉണ്ടാവും. എല്ലാ പേപ്പറും ക്ലിയറാ? ഓണർഷിപ്പ് എത്ര ആയിക്കണോ? പിന്നെ പുതിയ ഇൻഷുറൻസ് കൊടുത്തു കൊടുക്കാം. 4ാമത്തെ ഓണർഷിപ്പ് ആണ്. 4ാമത്തിലുള്ളത്. പുതിയ ഇൻഷുറൻസ് വണ്ടി ഇറങ്ങുമ്പോൾ എടുത്താൽ കൊടുക്കാം അല്ലേ? 3,10 കൊടുക്കട്ടെ നമുക്ക്. 3,16,000 2006 മോഡല് 27 പേപ്പറിൽ വണ്ടി കൊടുക്കാം അല്ലേ? അത് 7 സീറ്റ് 8 സീറ്റ് വണ്ടിയാ? 8 സീറ്റ് വണ്ടി അല്ലേ? വേറെ റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും? ആക്സിഡന്റ് ഒന്നുമില്ല. തട്ടുമുട്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അതൊക്കെ ധൈര്യമായിട്ട് ഗ്യാരണ്ടിയിൽ പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ? മൈലേജ് എത്ര കിട്ടും അങ്ങനെയാണെങ്കിൽ? ഒരു 10-11 ആ ലെവലിൽ എന്തായാലും ഡീസൽ നമുക്ക് മൈലേജ് പറയാലോ അല്ലേ? 20-64 നമ്പർ വരുന്നില്ലേ? വേറെ മെയിൻ ക്ലാസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെയ്യല്ലോ? ഫുൾ പക്ക വണ്ടി അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി SS4. 2011 മോഡൽ സെഡാ വണ്ടി അല്ലേ? മാരുതിയുടെ SS4 ആണ്. ഞങ്ങളില്ലേ എൻ്റെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര മോഡലാണ്? 2011 മോഡല്. ഇത് ഓപ്ഷൻ ഏതാ? കിലോമീറ്റർ ഡീസലാണ്. പെട്രോൾ അല്ല, ഡീസലാട്ടോ. ഡീസലാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1 താഴെ 85 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് 3-4 നിലവിലുള്ള അല്ലേ?
റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞേ ഒന്നുമില്ല, ഒരു പരിപാടി ഇല്ല, ഫുൾ പക്കാര് പറഞ്ഞു കൊടുക്കാലോ അല്ലേ? ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം അങ്ങനെയാണെങ്കിൽ? ഇതിന് 2.10. 2.10 എന്തായാലും കുറച്ച് കൊടുക്കും. ഇനി കുറച്ചെടുക്കാം. ലോണ് കാര്യങ്ങൾ? ലോൺ ഒരു 1 lakh കിട്ടും. 1 lakh എന്തായാലും ലോണും കയറും. ഫുൾ പക്ക ക്ലിയർ വണ്ടില്ലേ? എടുക്കുന്ന വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫുൾ പക്ക വണ്ടില്ലേ? മൈലേജ് എത്ര കിട്ടും? നല്ല ഡീസലിന് 18 kilometer മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. അടുത്ത വണ്ടി വീണ്ടും ഒരു വൈറ്റ് കളർ ഇന്നോവ 7 സീറ്റ് വണ്ടിയാ? 7 seat. ഞാൻ ഡീലറുണ്ട്. ഇത് 2007 മോഡലാണ്. 27 പേപ്പർ റീവണ്ടിയാണ്. റീവണ്ടിയാണ്. 27 എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടി അല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 2.8 ഓടിയിട്ടുണ്ട്. മൂന്നാമത്തെ ഓണർഷിപ്പാണ്. മൂന്നാമത്തെ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. റീപ്ലേസ് അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. പറയണോ? ഓക്കെ. വേറെ മേജർ ആക്സിഡന്റോ ബോണറ്റോ ഡിക്കി ഡോറോ? ഒന്നുമില്ല. 100 രൂപ അല്ലേ? ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടെന്നാല്? 3.30. കുറച്ച് കൊടുക്കും. അതിന് മാറ്റം എടുത്ത് കൊടുക്കാം. ഇന്നോവ 3,30,000 രൂപയ്ക്ക് 7 സീറ്റ് ഇന്നോവ കൊടുക്കാമല്ലോ അല്ലേ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ? 2 lakh ഫിനാൻസ് 2 lakh കയറും അല്ലേ? എന്തായാലും ഒരു ഉറുപ്പേനെ വില വേണം വണ്ടി എടുക്കണമെങ്കിൽ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം കൂടി ഉഷാർ വണ്ടി അല്ലേ? എടുക്കുന്നൊക്കെ വേറെ പണിയൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എക്സ്ട്രാ ലെവൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഡയമണ്ട് ചെയ്താണ് അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി പിന്നെ സണ്ണിക്കുട്ടൻ അല്ലേ? 2012 മോഡൽ. XL ആണ്. എക്സ്ട്രാ ലെവലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് അലവിൽ ചെയ്ത് വേണോ? ഓ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 88,000. 8.8. മൂന്നാമത്തെ ഓണർഷിപ്പ്. മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അല്ലേ? ഓക്കെ. തട്ട് മുട്ട എന്തെയുണ്ടോ? മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നല്ല സ്പേസ് ഉള്ള വണ്ടി അല്ലേ? വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ടോ? മൈലേജും കിട്ടും. അലവിലൊക്കെ ചെയ്ത വണ്ടിയില്ലേ? ഡയമണ്ട് അലവിലൊക്കെ ചെയ്ത് മെയിൻ്റെനൻസ് വളരെ കുറവാണ് അല്ലേ? അത്ര ഗ്യാരണ്ടി ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാൻ നല്ല അടിപൊളി വണ്ടി അല്ലേ? എത്ര 20 മേലെ മൈലേജ് കിട്ടും? ഫുൾ ഗ്യാരണ്ടി അല്ലേ? ഓക്കെ. എത്ര നമ്മൾ ചോദിക്കണമെന്നാല്? 2,60,000. എന്തായാലും കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ? 2 lakh ഫിനാൻസ് കൊടുക്കാം. മാക്സിമം കയറും. വെറും 10,000 രൂപയ്ക്ക് അലവിലൊക്കെ ചെയ്ത നല്ല അടിപൊളി സണ്ണിക്കുട്ടൻ സടാ വണ്ടി കൊണ്ടുപോകും അല്ലേ? എയർ ബാഗ് ഉള്ള വണ്ടി അല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ, അതും സിൽവർ കളർ അല്ലേ? ഞങ്ങൾ ഡീലറുണ്ട്. ഇത് 2007 മോഡലാണ്. ഇതിന് ഫുൾ ടൈപ്പ് 4 ചെയ്ത വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടിയാണ്. 7 മോഡല് ടൈപ്പ് 4 ചെയ്ത വണ്ടി അല്ലേ? ഫുൾ ക്വാളിറ്റി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി. എങ്ങനെ കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്? കിലോമീറ്റർ 2.10 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് മൂന്നാമത്തെ. 3. റീപ്ലേസ് ഉണ്ടെന്നാല്? മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വേറെ കമ്പനി ഇതിന് കേരള വണ്ടി അല്ലല്ലോ? അല്ല, റീ വണ്ടി ആണല്ലേ? 7 സീറ്റ് വണ്ടി അല്ലേ? പുതിയ ഇൻഷുറൻസ് എടുത്ത് നമുക്ക് 3.90 കേട്ടോ. ഫുൾ കാർ അല്ലല്ലോ? അല്ല, തേർഡ് പാർട്ടി എടുത്താണ്ട് 3,90,000 രൂപയ്ക്ക് ഇന്നോവ നമുക്ക് കൊടുക്കാം. കൺവേർട്ട് ചെയ്ത വണ്ടി അല്ലേ? ഫുൾ പക്ക ഗ്യാരണ്ടി, ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി. എടുക്കുന്നതൊക്കെ ഞാൻ പേടി പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എണ്ണ അടിച്ച് ഓടിയാൽ മാത്രം മതി. ഫുൾ പക്ക വണ്ടി അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും സണ്ണിക്കുട്ടനാ? സണ്ണിക്കുട്ടന്മാർ കുറെ ഉണ്ടല്ലോ. ഇത് 2013 മോഡലാണ്. XL തന്നെയാണ്. അലവിൽ ചെയ്തിട്ടില്ലാന്നുള്ളൂ? ചെയ്തിട്ടില്ല. 1.20 ഓടിയിട്ടുണ്ട്. 1.20. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡാ നിലവിലുള്ള അല്ലേ? എന്നാ റീപ്ലേസിന് അങ്ങനെയാണെങ്കിൽ? മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ക്ലാസ് മാറിക്കണോ? വേറെ മേജർ പരിപാടി കാര്യങ്ങളും ചെയ്യണ്ടോ? ഒന്നുമില്ല. ഇത് കേരള വണ്ടിയാ? കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ? സണ്ണിക്കുട്ടന്മാർ ഫുള്ള് കേരള വണ്ടിയാണ്. ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണേനാണെങ്കിൽ? ഇതിന് 2.90 ചോദിക്കുന്നുണ്ട്. 2-2.5 വരെ ലോൺ. 2.90, 2 ലക്ഷം വരെ ലോൺ കയറും. 40,000 മുടക്കിൽ നമുക്ക് സണ്ണിക്കുട്ടനെ ഇറക്കാം. മൈലേജ് എത്ര കിട്ടും? 20,000 കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. വെറൈറ്റി പറയാം. അടുത്ത വണ്ടി വീണ്ടും സെഡാ വണ്ടി സിയാസിലെ ഒരു കോഫി കളർ അല്ലേ? 313 നമ്പർ ഉണ്ട്. ഞങ്ങളില്ലേ? 2015 മോഡല്, 16 രജിസ്ട്രേഷൻ. 15 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി, ഹൈബ്രിഡ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ഹൈബ്രിഡ് വണ്ടിയാ? ഹൈബ്രിഡ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? VDI പ്ലസ്. VDI പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിൽ? കിലോമീറ്റർ 1,12,000 ഓടിക്കുന്നുണ്ട്. അത് ചെറിയ റീപ്ലേസ് ഉണ്ട്, നമുക്ക് ഓഫറിൽ കൊടുക്കാം. പിന്നെ ബോണറ്റും ഡിക്കി ഡോറും റീപ്ലേസ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല. കുറ്റിയപ്പുറമൊന്നും പോയിട്ടില്ല, കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഗ്ലാസ് വരെ മാറിയിട്ടില്ല. ഓക്കെ. എത്ര കൊടുക്കാം അങ്ങനെയാണെങ്കിൽ? ആ ചെറിയ റീപ്ലേസ് കൊണ്ട് 5,30 കൊടുക്കാം. 5,30. 5,30,000 രൂപയ്ക്ക് സിയാസ് നമുക്ക് കൊടുക്കാം അല്ലേ? മാക്സിമം ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. പൈസ മുടക്കാതെ നമുക്ക് സിയാസ് കൊണ്ടുപോകാം. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അങ്ങനത്തെ മാത്രമല്ലേ? ഇത് ഡീസലിന്റെ ഫീൽ ഹൈബ്രിഡ് എത്ര മൈലേജ് കിട്ടും? 20,000 കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും.
വേറെ ഉള്ളിക്കൊന്നും പണി കാര്യങ്ങളൊന്നും ചെയ്യല്ലോ, ഒരു കുഴപ്പമില്ല. വിശ്വാസപ്പെട്ട വർഷാപ്പാര ചെക്ക് ചെയ്തെടുത്താൽ ആ ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് വേണമെങ്കിൽ കമ്പനി ഹിസ്റ്ററി ആണെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്ത് എടുത്താൽ മതിയല്ലോ അല്ലേ? എടുത്താൽ മതിയല്ലോ അല്ലേ? ഓണർഷിപ്പ് എത്ര സെക്കൻഡോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത വണ്ടി പിന്നെ വീണ്ടും SS4 ഞങ്ങളുടെ ഉണ്ട്. ഇത് 2011 എക്സ്ട്രാ ലെവല് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി അല്ലേ? വീഡിയോയാണ് വരുന്നുണ്ട്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ ഇത് 87,000 കിലോമീറ്റർ, 4th ഓണർഷിപ്പ്. 87,000 കിലോമീറ്ററാ? 4th ഓണർഷിപ്പ്. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്നാല് മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു പരിപാടി ഇല്ല, ഒന്നുമില്ല. അതൊക്കെ ഗ്യാരണ്ടി കൊണ്ട് കൊടുക്കാം. അതെ. ഇന്റീരിയർ നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ? അതെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണേനാണെങ്കിൽ? ഇതിന് 230. 230 എന്തായാലും കുറച്ച് കൊടുക്കും അല്ലേ? അതിന് മാറ്റി കൊടുക്കാം. ഒരു 1 lakh ഫിനാൻസും കൊടുക്കാം. ഒരു 10-50 റുപ്യ ഇറക്കാൻ പറ്റുമോ? നോക്കാം, ട്രൈ ചെയ്തോ. 1 lakh വരെ കിട്ടും മാക്സിമം വരും. ആ ഓക്കെ. 230 പറഞ്ഞേ? 230 പറഞ്ഞല്ലേ? ഉറുപ്പ് എന്തായാലും വേണ്ടില്ലേ വണ്ടി ഇറക്കണമെങ്കിൽ? ഇത് ഫിയറിന്റെ ഡീസൽ അല്ലേ? എത്ര മൈലേജ് കിട്ടും? 20,000 കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. വേറെ എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചെല്ലാം. നിലവിലൊന്നുമില്ല. അതൊക്കെ ഉഷാറാണല്ലോ അല്ലേ? അടുത്ത് പിന്നെ അൾട്ടീസില്ലേ? ഏണ്ടില്ലേ? 2008 മോഡല് റീ ആണ്. പിന്നെ ഇങ്ങോട്ട് നമ്പർ ആക്കിയതാണ്, ഇപ്പം ആക്കിയിട്ടുള്ള നമ്പർ. കേരള നമ്പർ ആക്കിയ വണ്ടിയാണ്. കേരള നമ്പർ ആക്കിയ വണ്ടിയാണ്. 2028 പുതിയ പേപ്പർ കാര്യങ്ങളുണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ. ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓ, ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡ് ആണ് നിലവിലുള്ളത്. വേറെ മേജർ പരിപാടി ചെയ്യണ്ടോ? ഒന്നുമില്ല, ഏറ്റവും ഫുൾ ഓപ്ഷൻ കേട്ടോ. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? ഓ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? CVT ആക്കാരല്ലേ? ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണാണെങ്കിൽ? 2,80,000. 2,80,000 ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. മാറ്റി കൊടുക്കും. അതും പെട്രോൾ ഓട്ടോമാറ്റിക് അൾട്ടീസാണ് കൊടുക്കുന്നുണ്ട് അല്ലേ? ലോൺ എത്ര കയറിപ്പോ? ലോണ് ഒരു 1 lakh കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ, നമുക്ക് അന്വേഷിച്ച് നോക്കാം. പ്രൊഫൈൽ നോക്കി മാക്സിമം ലോൺ നമ്മൾ കയറ്റി കൊടുക്കും. ഓല കൊണ്ട് വന്നാൽ മതി അല്ലേ? ബാക്കി നിങ്ങൾ സെറ്റായി കൊടുക്കും. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര കൊടുക്കും? എത്ര മൈലേജ് കിട്ടും? 10 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. ഫുൾ പക്കല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് തരാനൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ മറക്കണം. അപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.